ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെയും മർച്ചന്റ് അസോസിയേഷൻ ഊന്നുകൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഊന്നുകൽ ടൗണിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെയും മർച്ചന്റ് അസോസിയേഷൻ ഊന്നുകൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഊന്നുകൽ ടൗണിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ലഹരി വിരുദ്ധ റാലി ഊന്നുകൽ CI ബസന്ത് CC ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരു ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നത്. നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം നൽകി കുട്ടികളെ ഉന്നതിയിലെത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മൾ, അതിന് ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മൾ, ഇന്ന് നമ്മുടെ മക്കൾ ലഹരിക്കടിമയാകാതെ സുബോധത്തോടെ ജീവിക്കാൻ വേണ്ടി ജഗദീശനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലഹരിയാണെന്ന് അറിയാതെ ഭക്ഷണരൂപത്തിൽ മിഠായികളായി ലഘുപാനീയങ്ങളായി പല രീതിയിൽ കൂടി നമ്മുടെ ലഹരി നമ്മുടെ മക്കൾക്ക് എത്തിക്കുകയും അതിന് അടിമപ്പെട്ടാൽ മക്കൾ എന്ത് സാഹസം ചെയ്തും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെത്തുന്ന വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇന്ന ആളുടെ കുട്ടിയെന്നോ ഇന്ന വീട്ടിലെ കുട്ടിയെന്നോ ഇല്ല. നമ്മുടെ കുട്ടികളെ കഴിവിൻ കണ്ണോടുകൂടി ഈ ലഹരി വ്യവസായികൾ വളരെ സങ്കടമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടുപോകാതെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മുടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അധ്യാപകരും PTA-യും മർച്ചന്റ് അസോസിയേഷനും എല്ലാം ചേർന്നുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നത് മറ്റെന്തിനേക്കാൾ കൂടുതൽ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ചടങ്ങിൽ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ ലഹരിക്കെതിരെ തയ്യാറാക്കിയ ലഘുലേഖയുടെ പ്രകാശനവും വിതരണവും നടത്തി. ബോസ് വർഗീസ്, ഷിബു പടപ്പറമ്പത്ത്, ഉഷ ശിവൻ, സൂറ ബഷീർ, നോബിൾ വർഗീസ്, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ കുട്ടികൾ ലഘുപ്രസംഗങ്ങൾ നടത്തുകയും ടാബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് എല്ലാവരും ചേർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം ലഹരി മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.